الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഫിലേക്ക് കയറിയിരിക്കണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേരെടുത്ത് മദ്ഹ് ചെയ്ത് പറഞ്ഞ ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ ലുഖ്മാൻ എന്നവർ. അദ്ദേഹത്തിന്റെ പേരിലാണ് വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്ത് ലുഖ്മാൻ എന്നൊരു അധ്യായം തന്നെയുള്ളത്. അദ്ദേഹം അള്ളാഹുവിന്റെ നബിയാണോ അല്ല അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ അടിമകളിൽപ്പെട്ടയാളാണോ എന്ന കാര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം മുജാഹിദ് ബിൻ ജബർ, അതുപോലെ ഖത്താദ, സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുമുല്ലാഹ് റഹ്മത്തൻ വാസിഅ, അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞത് അദ്ദേഹം അന്നഹു ഹകീമുൻ വലൈസ ബിനബിയ്യിൻ എന്നാണ്. അദ്ദേഹം ഒരു ഹക്കീമാണ്, അദ്ദേഹം നബിയല്ല എന്നാണ്. എന്നാൽ അതേസമയം ഇമാം ശഅബി, ഇക്രിമ, സുദ്ദി റഹിമഹുമുല്ലാഹ് അവരെല്ലാം പറഞ്ഞത് അന്നഹു കാന നബിയ്യൻ, അദ്ദേഹം ഒരു നബിയായിരുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല എന്നും ഒരു മഹാവിജ്ഞാനിയായിരുന്നു എന്നുമാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത്. വല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാനിലെ 12-ാമത്തെ ആയത്തിലൂടെ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാൻ. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ എന്നവർക്ക് നാം ഹിക്മത്ത് നൽകുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അനിഷ്കുർ ലില്ലാഹ്, നീ അല്ലാഹുവോട് നന്ദി കാണിക്കുക എന്ന്. എന്നിട്ട് റബ്ബ് പറയാണ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആര് നന്ദി കാണിച്ചാലും, ആര് അള്ളാഹുവിന് നന്ദി കാണിച്ചാലും തന്റെ അവനവന്റെ ഗുണത്തിനായി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. എന്നിട്ടോ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ഇനി ആരെങ്കിലും നന്ദികേടാണ് അള്ളാഹുവിനോട് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു എന്ന് നാം അദ്ദേഹത്തോട് അനുശാസിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 12-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ആയത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി അത് മഹാനായ ലുഖ്മാനാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ ഓതിപ്പോകുന്നിടത്തും അല്ലാതെ ധാരാളമായി നമ്മുടെ നാടുകളിലൊക്കെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് ലുഖ്മാൻ എന്നവർ. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും പ്രസിദ്ധമാണ്. അഹ്ലുസുന്നക്കടയിൽ അദ്ദേഹം മശ്ഹൂറായ ഒരു വ്യക്തിയാണ്. ആരായിരുന്നു അദ്ദേഹം എന്നത്
വിശുദ്ധ ഖുർആനിലെ ഈ ഒരു അധ്യായം വായിക്കുന്ന ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ടതാണ്, ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ആരായിരുന്നു മഹാനായ ലുഖ്മാൻ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി അറിയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജോലിയെ സംബന്ധിച്ച് പോലും മഹത്തുക്കളായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് പ്രധാനമായും 3 രീതിയിലായിരുന്നു. ഒന്നാമത്തത് അന്നഹു കാന ഹയ്യാത്തൻ, അദ്ദേഹം ഒരു തുന്നൽ പണിക്കാരൻ, തയ്യൽ പണിക്കാരനായിരുന്നു എന്നാണ്. സുബ്ഹാനക യാ അലീം, മഹോന്നതനായ ഒരു വലിയ നബിയാണോ നബിയല്ലേ എന്ന് സംശയിക്കുന്ന, പല ആളുകളും നബിയാണെന്ന് പോലും പറയുന്ന, എന്നാൽ ഭൂരിപക്ഷം ആളുകൾ നബിയല്ല, ഒരു സാലിഹായ അള്ളാഹുവിന്റെ വലിയാണ്, അടിമയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ജോലി ഉണ്ടായിരുന്നു. എന്താ ജോലി? അദ്ദേഹം തയ്യൽ പണിക്കാരനായിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന് മറ്റൊരു ജോലി കൂടി ഉണ്ടായിരുന്നു. എന്താണ്? റാഇയൻ, അദ്ദേഹം ഒരു ഇടയനായിരുന്നു എന്നാണ്. മൂന്നാമത് അദ്ദേഹത്തിന് മറ്റൊരു ജോലി കൂടി ഉണ്ടായിരുന്നു. കാന നജ്ജാറൻ, അദ്ദേഹം മരപ്പണിക്കാരനാണ്, കാർപ്പന്റർ ജോലിക്കാരനായിരുന്നു. എപ്രകാരം? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ. നൂഹ് നബി ആരാണ്? അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? നജ്ജാറൻ. ഇവരാരും തന്നെ ഉപജീവന മാർഗത്തിന് ആളുകളുടെ മുന്നിൽ കൈനീട്ടിയവരല്ല. ഇവരാരും തന്നെ ഒരു പ്രത്യേകമായ പാക്കേജ് സംവിധാനം നിർവഹിച്ച് ജോലി ചെയ്യാതെ പുരക്കകത്തിരുന്നവരല്ല, ജോലി ചെയ്തവരാണ്. ജോലിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. സുബ്ഹാനക യാ അലീം. ഇനിയോ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരണം മഹത്തുക്കളായ ഇമാമുകൾ അവരുടെ തഫ്സീറുകളിൽ വിവരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രസിദ്ധനായ ഇമാം ഹാഫിൽ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ തഫ്സീറിൽ സ്വഹാബത്തിനെ തൊട്ടുദ്ധരിക്കാൻ وقال سفيان الثوري رحمه الله عن الأشعث عن إقرمة عن ابن عباس رضي الله عنهما. ابن عباس رضي الله عنه പറയാൻ, ആരായിരുന്നു ലുഖ്മാൻ? كان لقمان عبدا حبشيا نجارا. ലുഖ്മാൻ എന്നവർ അബസീനിയക്കാരനായ, എത്യോപ്യക്കാരനായ, നീഗ്രോ വംശജനായ, കറുകറുത്തവനായ ഒരു അടിമയായിരുന്നു. ഉടമയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അടിമ. മാത്രമല്ല നജ്ജാറൻ, അദ്ദേഹം കാർപ്പന്ററാണ്, മരപ്പണിക്കാരനായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൽ ലോകർക്ക് മുഴുവനും മാതൃകയായി പഠിപ്പിക്കപ്പെടുന്ന 10ഓളം പ്രധാനപ്പെട്ട ഉപദേശത്തിന്റെ കർത്താവായ തന്റെ കുഞ്ഞുമോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഉപദേശിച്ച ഉപദേശങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രതിപാദിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അറിയോ? അദ്ദേഹം ഒരു അടിമയായിരുന്നു, നീഗ്രോ വംശജനായിരുന്നു. അദ്ദേഹം ഒരു കാർപ്പന്റർ, മരപ്പണിക്കാരനായിരുന്നു. അതുപോലെ മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയാണ്, عن عبد الله بن الزبير رضي الله عنه, അദ്ദേഹം قلت لجابر بن عبد الله رضي الله تعالى عنه, ഈ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു, മൻ തഹാ ഇലൈക്കും മിൻ ശഅനി ലുഖ്മാൻ, മൻ തഹാ ഇലൈക്കും മിൻ ശഅനി ലുഖ്മാൻ. ലുഖ്മാൻ എന്നവരെ സംബന്ധിച്ച്, മഹാനായ ലുഖ്മാനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല അറിവെന്താണ്? അഥവാ അവസാനത്തെ വിവരം, ഏറ്റവും തെളിഞ്ഞ വിവരം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാന ഖസീറൻ അഫ്തസ മിനൻ നൂബ, അദ്ദേഹം വളരെ ഉയരം കുറഞ്ഞ, കുറുകിയ, ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മൂക്ക് പരന്ന് ചപ്പിയ ഒരു മൂക്കിന്റെ ഉടമയായിരുന്നു. സുബ്ഹാനല്ലാഹ്. وقال يحيى بن سعيد الأنصاري رحمه الله عن سعيد بن المسيب رضي الله عنه, പ്രമുഖ താബിഈകളിൽ പ്രസിദ്ധനാണ്. അസ്സബഉൽ ഫുഖഹ എന്നറിയപ്പെടുന്ന മദീനയിലെ പ്രസിദ്ധരായ ഫുഖഹാക്കളിൽ ഒരാളാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ്. അദ്ദേഹത്തോട് ചോദിക്കാൻ, അദ്ദേഹം പറയാണ്, കാന ലുഖ്മാനു മിൻ സൂദാനി മിസ്ർ. അദ്ദേഹത്തിന്റെ രാജ്യത്തെ സംബന്ധിച്ച് ചെറിയൊരു ഖിലാഫ് ഇവിടെ വരാണ്. അദ്ദേഹം ഈജിപ്തിലെ, മിസ്റിലെ ഒരു കറുത്ത വംശക്കാരിൽപ്പെട്ട ആളായിരുന്നു. പല്ലുന്തിയ ഒരാളായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി, നുബൂവത്ത്, വഹയ് അദ്ദേഹത്തിന് തടഞ്ഞു, വഹയ് നൽകിയില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നതും അദ്ദേഹം ആരാണ്? ഒരു ഹക്കീമാണ്, അദ്ദേഹം നബിയല്ല എന്നാണ്. ഇനി മഹാനായ ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറയാം, حدثني عبد الرحمن بن حرملة قال جاء رجل أسود إلى سعيد بن المسيب يسأله. കറുത്തവനായ ഒരാൾ, ശരീരം ബ്ലാക്ക് ആയിട്ടുള്ള കറുത്ത നീഗ്രോ വംശജനായ ഒരാൾ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്ന് ചോദിച്ചു. എന്താ അദ്ദേഹം ചോദിക്കണറിയോ? വന്ന ആളെ പ്രശ്നം എന്താ അറിയോ? ഞാൻ കറുത്തവനാണെന്ന് പരാതി പറയാൻ വന്നതാണ്, ഞാനൊരു കറുത്ത മനുഷ്യനായി പോയി എന്ന് ആവലാതി പറയാൻ വന്നതാണ്. فقال له سعيد بن المسيب,
അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് ഈ വന്നാളോട് പറഞ്ഞു, ലാ തഹ്സൻ മിൻ അജ്ലി അന്നക അസ്വദ, കറുത്തവനാണ്, നീ കറുത്തുപോയി, ജന്മനാ ബ്ലാക്കാണ് എന്ന പേരിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്. കാരണം എന്തറിയോ? ഫഇന്നഹു കാന മിൻ അഖ്യരിൻ നാസി സലാസത്തും മിനസ് സൂദാൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവരായ ആളുകൾ അവർ 3 പേരാണ്. 3 പേർ അവർ കറുത്തവരാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായ 3 പേർ അവർ കറുത്തവരാണ്. ആരൊക്കെയാണ് അവർ? മഹാനായ സഈദ് ബിൻ മുസയ്യിബ് കറുത്തവനാണെന്ന് പരാതി വന്ന ആളോട് പറയാണ്. ഒന്ന് ബിലാലുൻ, മഹാനായ ബിലാൽ. രണ്ടാമത്തത് മിഹ്ജ മൗല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മിഹ്ജ എന്ന് പറഞ്ഞാൽ മഹാനായ ഖലീഫത്തു റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോചനപത്രം നൽകിയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട മഹാനായ സ്വഹാബിയായ മിഹ്ജ. ആരാ മിഹ്ജ? അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ പണ്ഡിതനാണ്. ആരാ മിഹ്ജ? അനന്തരാവകാശത്തിൽ ഫറായിദിൽ ആലിമാണ് അദ്ദേഹം. ആരാണ് മിഹ്ജ? ഒരു പകരക്കാരനായി മദീനത്ത് ഖലീഫയാക്കി നിയോഗിതനായ വ്യക്തിയാണ് മിഹ്ജ. അദ്ദേഹം മഹാനാണ്, കറുത്തവനാണ്. ഇനിയോ വലുഖ്മാനുൽ ഹകീം. നീ ബേജാറാണ്ട, കറുത്തു എന്ന നിലവിൽ പേടിക്കണ്ട, നിറം കുറവാണ് എന്നതിന്റെ പേരിൽ നീ വ്യസനിക്കണ്ട. ബിലാല് കറുത്തവനാടോ, മിഹ്ജ കറുത്തവനാണ്, മഹാനായ ലുഖ്മാനുൽ ഹകീം കറുത്തവനാണ്. കാന അസ്വദ നൂബിയൻ ദാ മശാഫിറ. മാത്രമല്ല അദ്ദേഹം പല്ലുന്തിയ ഒരാളായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയാനൊന്നും വലിയ ചേലും ചൊറുക്കൊന്നും ഇല്ലാത്ത ഒരാളാണ് ലുഖ്മാൻ. ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ് ലുഖ്മാൻ. നീഗ്രോ വംശജനാണ് ലുഖ്മാൻ. മറ്റൊരാളുടെ അടിമയാണ് ലുഖ്മാൻ. മൂക്ക് ചപ്പിയിട്ട് പരന്ന ഒരാളാണ് ലുഖ്മാൻ. മഹാനായ ഇമാം അഅ്മശ്, ഒരു റിപ്പോർട്ട് കൂടി വായിക്കാം. മഹാനായ ഇമാം അഅ്മശ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഖാല മുജാഹിദ് ഇബ്നു ജബർ, മഹാനായ സ്വഹാബിയുടെ ഇബ്നു അബ്ബാസിന്റെ പ്രമുഖ ശിഷ്യൻ മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാന ലുഖ്മാനു അബ്ദൻ അസ്വദ അലീമ ശഫതൈൻ മശഖഖൽ ഖദമൈൻ. ആരായിരുന്നു ലുഖ്മാൻ? വലിയ ചുണ്ടുകളാണ് അദ്ദേഹത്തിന്റെ. ചുണ്ട് മേൽചുണ്ടും കീഴ്ചുണ്ടും തടിച്ച് വലുതാണ്. മാത്രമല്ല വിണ്ടുകീറിയ കാലുകൾ, കാലിന്റെ പുറക് വിണ്ടുകീറിയ ഒരാളാണ്. ഇതൊരു ന്യൂനതയായിട്ട് പറയല്ല, ആളുകൾ ന്യൂനതയായിട്ട് കാണുന്നത് വലിയൊരു വിഷയമില്ലാതെ പഠിപ്പിക്കാനാണ്. നോക്കൂ, മാത്രമല്ല അദ്ദേഹം കറുത്ത വർഗക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു, ഒരു അടിമയായിരുന്നു ലുഖ്മാൻ. സുബ്ഹാനല്ലാഹ്. എന്താണ് ലുഖ്മാനെ കുറിച്ച് പറയുന്നിടത്ത് കിട്ടുന്നത്? ഇനിയും ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ എന്താ കിട്ടുന്നത്? ഒന്ന്, നീഗ്രോ വംശജനാണ്, കറുത്തയാളാണ്. രണ്ടാമത്തത് അടിമയാണ്, വളരെ ഉയരം കുറഞ്ഞ ഒരാളാണ് ലുഖ്മാൻ. അതുപോലെ മൂക്ക് ചപ്പിയിട്ട് പരന്ന ഒരാളാണ്, പല്ലുന്തിയ ഒരാളാണ്, വലിയ ചുണ്ടുകളും വിണ്ടുകീറിയ കാലുകളുമുള്ള ഒരു കറുകറുത്ത അടിമയായിരുന്നു ലുഖ്മാൻ. പക്ഷേ അല്ലാഹുവിങ്കൽ, റഹ്മാനായ റബ്ബിങ്കൽ പരിഗണിക്കപ്പെട്ട ആദരിക്കപ്പെട്ട മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് ലുഖ്മാൻ. പ്രിയമുള്ള ഒരു അധ്യായം പോലും അദ്ദേഹത്തിന്റെ പേരിലാണ്, സൂറത്തുൽ ലുഖ്മാൻ. ആലോചിച്ച് ഇന്നത്തെ പ്രശ്നം എന്താ? നിറം കുറവാണ്, ഉയരം കുറവാണ്, ചിരിക്കുമ്പോൾ ഭംഗി കുറവാണ്, ശബ്ദത്തിന് വലിയ ഗാംഭീര്യമില്ല തുടങ്ങി പ്രകൃതിപരമായി റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിലേക്ക് പടച്ചുവിട്ടത് മുതൽ പലരും ന്യൂനതകളായി കാണുന്ന ഒരുപാട് വിഷയങ്ങൾ, അത് ന്യൂനതകളായി, കുറവുകളെപ്പോലും ന്യൂനതകളായി കാണുകയും അതങ്ങനെ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മഹാനായ ലുഖ്മാൻ ഒരാശ്വാസമാണ്. മഹാനായ ലുഖ്മാൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മഹാനായ ലുഖ്മാൻ വ്യക്തിത്വമാണ് നാം നിലനിർത്തേണ്ടത്, വിശ്വാസികൾ നിലനിർത്തേണ്ടത് പേഴ്സണാലിറ്റിയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അല്ലാഹു അക്ബർ കബീറ. അതാണ് ലുഖ്മാനിലൂടെ നാം പഠിക്കുന്ന വലിയൊരു പാഠം. രൂപത്തിലൊന്നുമല്ല കാര്യം. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ രൂപത്തിലേക്കോ ശരീരത്തിലേക്കോ അല്ല നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കാണ്. ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തില് ഉയരം കുറവുള്ളവരുണ്ടെങ്കിൽ ബേജാറാകണ്ട. വലിപ്പക്കുറവ് ഒരു പ്രശ്നമല്ല, രൂപഭംഗിയില്ലായ്മ ഒരു പ്രശ്നമല്ല, പല്ലും തീയിട്ടുണ്ട് ഒരു പ്രശ്നമല്ല, നിറം കുറവുണ്ട് ഒരു വിഷയമല്ല.
ആധുനിക ലോകത്തെ പെൺകുട്ടികൾ ബേജാറാകുന്നത്, ആൺമക്കൾ പോലും ബേജാറാകുന്നത് നിറം കുറവിന്റെ പേരിലാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗതികമായി മനുഷ്യരുടെ കണ്ണിൽ, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം, അല്ലെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ സഹോദരി പുത്രനായി, അല്ലെങ്കിൽ കുടുംബക്കാരനായി എന്നൊക്കെ വ്യത്യസ്ത റിവായത്തുകൾ കാണാം. മാത്രമല്ല ബനൂ ഇസ്രായേലിലെ ഖാളിയായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് തഫ്സീറിൽ കാണാൻ പറ്റും. അത്ര വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ന്യൂനതകളെ മുഴുവനും നിലനിർത്തിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ന്യൂനതകൾ മനുഷ്യരുടെ വളർച്ചക്കൊരു തടസ്സമല്ല എന്നുകൂടി നമ്മുടെ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ചില ആളുകള് ചില കടകളിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അവന്റെ ലുക്ക് പ്രധാനമാണ്, അവന്റെ പേഴ്സണാലിറ്റി അല്ല പ്രധാനം, അവന്റെ ലുക്കാണ്. ലുക്കിനെ പേഴ്സണാലിറ്റിയായി അട്ടിമറിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് വല്ലാഹുൽ മുസ്തആൻ നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ലുക്കിലല്ല കാര്യം, ഗുണത്തിലാണ്, മേന്മയിലാണ്, സ്വഭാവത്തിലാണ്, മെച്ചത്തിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ലുഖ്മാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ധാരാളക്കണക്കിന് വിവരണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമകൾ എഴുതിയ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മഹത്വം അത്രമാത്രം വിശാലമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന് അല്ലാഹു തആല ഹിക്മത്ത് നൽകി. അതാണ് അല്ലാഹു പറഞ്ഞത്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ലുഖ്മാൻ എന്നവർക്ക് നാം ഹിക്മത്ത് നൽകുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അനിഷ്കുർ ലില്ലാഹ്, നീ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക എന്നത്. എന്താണ് അല്ലാഹു തആല ഈ ന്യൂനതകളൊക്കെ ഉണ്ടെന്ന് ഭൗതികമായി തോന്നുന്ന ഈ വ്യക്തിത്വത്തിന് നൽകിയത്? ഹിക്മത്താണ് നൽകിയത്. അപ്പൊ പ്രിയമുള്ളവർ, എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഭൂരിപക്ഷം ആളുകളും മുഫസ്സിറുകളും പറഞ്ഞ വ്യാഖ്യാനം അനുസരിച്ച് അൽ ഫഹ്മു വൽ അഖ്ലു, മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയുമാണ് ഹിക്മ. അള്ളാഹുവിന്റെ ദീനിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതോടൊപ്പം തന്നെ ബുദ്ധിയുണ്ട്. ഇത് രണ്ടും ഒരാൾക്ക് ഉണ്ടായാൽ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. അൽ മുഖ്തസർ ഫി തഫ്സീറിൽ പ്രാഥമികമായി നമ്മൾ കുട്ടികൾ പഠിക്കുന്ന തഫ്സീറിൽ കാണാം, വലഖദ് അഅതൈനാ ലുഖ്മാനൽ ഫിഖ്ഹ ഫിദ്ദീൻ വൽ ഇസാബത ഫിൽ ഉമൂർ. ലുഖ്മാൻ എന്നവർക്ക് അള്ളാഹുവിന്റെ ദീനിൽ, ഇസ്ലാം മതത്തിൽ അവഗാഹവും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല ശരിയായതെന്തോ അതും നാം നൽകിയെന്നാണ്. അതായത് സ്വഭാവോടുകൂടി ചൊവ്വായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് സഞ്ചരിക്കാവുന്ന ഒരു രീതിയിൽ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നത് അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ വിവരണം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വിവരണം. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ, ലുഖ്മാനെ കുറിച്ച് പറയാൻ, ഫഹിയൽ ഇൽമു ബിൽ അഹ്കാം, അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകിയെന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? അള്ളാഹുവിന്റെ ദീനിലെ ഹുക്കുമകളെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർക്ക് നൽകി? മഹാനായ ലുഖ്മാന് നൽകി. വമഅരിഫത്തുൻ മാ ഫീഹാ മിനൽ അസ്റാർ വൽ അഹ്കാം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ, ഹുക്കുമകളിൽ തൗഹീദ്, അതിനെതിരെ ശിർക്ക്, ബിദ്അത്ത്, അതിന് ഓപ്പോസിറ്റ് സുന്നത്ത്, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഏതെല്ലാം ദീനിന്റെ അഹ്കാമുകളുണ്ടോ, സിലത്തുർ റഹിം, കുടുംബബന്ധം പുലർത്തൽ തുടങ്ങി എന്തൊക്കെ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടോ, ഏതൊക്കെ ദീനിലെ വിധിവിലക്കുകളുണ്ടോ, എത്രത്തോളം ഹുദൂദുകൾ, വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലണം, തട്ടവന്റെ കൈമുറിക്കണം തുടങ്ങി ഹുദൂദുകൾ, നിയമപരിധികളെല്ലാം എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അദ്ദേഹത്തിന് അറിയാമെന്ന് മാത്രമല്ല, അതിനകത്തുള്ള സിർ, രഹസ്യങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയാം. അത് ശരിക്കും ശ്രദ്ധിക്കണം ഈ വാക്ക്. ഒരിക്കലും നിങ്ങൾ അശ്രദ്ധയിൽ പോരുത്. ഞാൻ ഈ പറഞ്ഞ ഒരിക്കലും നിങ്ങൾ അശ്രദ്ധയിൽ പോരുത്. ഉറക്കത്തിന്റെ ഒരു ലാഞ്ചന പോലും നിങ്ങൾ ഈ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങൾ അദ്ദേഹത്തിന് അറിയാം, ഇസ്ലാമിലെ വിധിവിലക്കുകൾ അദ്ദേഹത്തിന് അറിയാം, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് അറിയാം. എന്താണ് ഹലാൽ, എന്താണ് ഹറാം, എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്നിങ്ങനെ കൃത്യമായ അറിവ് അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഓരോ നിയമത്തിന്റെയും പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ നിയമങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള അറിവും അദ്ദേഹത്തിനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിസ്കാരം നിർബന്ധമാക്കിയത്, അതിന്റെ സിർ അദ്ദേഹത്തിന് അറിയുന്നതാണ്. എന്തിനാ നോമ്പ് നോൽക്കാൻ പറഞ്ഞത്, എന്തിനാ ഉംറ നിർവഹിക്കാൻ പറഞ്ഞത്, എന്തിനാ ഹജ്ജ് നിർവഹിക്കാൻ പറഞ്ഞത്, അഥവാ ഇസ്ലാമിക ശരീഅത്തിലെ ഓരോ വിധിവിലക്കുകളും എന്തിന്, നമുക്കിന്ന് പിടുത്തം കിട്ടാത്ത കാര്യത്താണ്. എന്തിന് നിസ്കരിച്ചിട്ട്, ജുമാ നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങേണ്ട ഒരാൾ ചോദിക്കും, എന്തിനാ ജുമാ നിസ്കരിച്ചു വെച്ചാൽ എല്ലാരും ചെയ്യണം, ഞാൻ ചെയ്തു, കാലങ്ങളായി ചെയ്യണാണ് ഞാൻ ചെയ്യേണ്ടത്.
അങ്ങനെ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല അതിന്റെ രഹസ്യങ്ങൾ പോലും നൽകിയെന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, കറുത്താൽ എന്താ, ഉയരം കുറഞ്ഞാലെന്താ, പല്ലുന്തിയാലെന്താ, ആളുകളുടെ മുന്നിൽ കോലക്കേടുണ്ടായാലെന്താ, റബ്ബിങ്കൽ പരിഗണിക്കപ്പെടുക എന്നതാണ് പ്രധാനം. അള്ളാന്റെ അടുത്ത് പരിഗണിക്കപ്പെടലാണ്. എനിക്ക് പരിചയമുള്ളൊരു സഹോദരൻ, അദ്ദേഹം ഏറ്റവും നല്ല ബെൽറ്റ് ഉപയോഗിക്കാം, കഴിവുണ്ട് ഉപയോഗിക്കാം, ഏറ്റവും നല്ല മോഡലായിട്ടുള്ള നല്ല രീതിയിലുള്ള വാച്ചാണ് ഉപയോഗിക്കുക, നല്ല ബാഗാണ് ഉപയോഗിക്കുക, ഏറ്റവും നല്ല രീതിയിൽ ആകർഷിക്കുന്ന രീതിയിൽ ഷൂസുകൾ ഉപയോഗിക്കാം. എന്തിനാണെന്നറിയോ? അദ്ദേഹം പറയാനുള്ളത്, ആളുകളുടെ മുന്നിൽ ആകർഷിക്കപ്പെടണമെങ്കിൽ ഇതൊക്കെ വേണമെന്നാണ്. ശരിയാണ്, ഞാനും മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ്. എന്നാല് അള്ളാഹുവിന്റെ മുന്നിൽ ഭൗതികമായ ആളുകൾ മനസ്സിലാക്കുന്ന ആകർഷിക്കപ്പെടുന്ന ഒന്നുമില്ലാത്ത ഒരാളാണ് ലുഖ്മാൻ. പക്ഷെ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം ലഭിച്ചു, ഹിക്മത്ത് ലഭിച്ചു. അതുകൊണ്ട് അള്ളാഹ് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്ത് ചെയ്യണം, ആ ഹിക്മത്തിന് അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ, ഇമാം സഅദി പറഞ്ഞൊരു വാക്കുകൂടി എന്റെ താഴത്ത്, ഇത് വളരെ പ്രധാനമാണ്. ഫഖദ് യകൂനുൽ ഇൻസാനു ആലിമൻ, ചിലപ്പോൾ ഒരു മനുഷ്യൻ ആലിമായിരിക്കാം, വലാ യകൂനു ഹകീമൻ, എന്നാൽ ഹക്കീമാകണമെന്നില്ല. ഇത് വളരെ കറക്റ്റാണ്. അള്ളാന്റെ ദീനിൽ ഒരുപാട് അറിവുണ്ടാകും, പക്ഷേ അറിവുണ്ടെന്ന് പറഞ്ഞ ആളോട് ചോദിച്ചാൽ എന്തിനതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതൊരു അപകടമാണ്. അതുകൊണ്ട് ഇൽമും ഹിക്മത്തും ഒരുപോലെ നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇമാം സഅദി, വഅമ്മൽ ഹിക്മ, ഹിക്മത്ത് എന്നാൽ ഫഹിയ മുൽതസിമത്തുൽ ലിൽ ഇൽം ബൽ വലിൽ അമൽ, അത് ഇൽമിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. ഇൽമുള്ളവർക്ക് ഹിക്മത്ത് ഉണ്ടായേ പറ്റും. മാത്രമല്ല അമലിന്റെ കൂടി അനിവാര്യതയിൽപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഇബാദത്തുകളിൽ റൂഹ്, ജീവണ്ടാവും. എളുപ്പം മനസ്സിലാക്കാൻ പറയാം. ഇപ്പൊ നമ്മളൊന്ന് ജുമാ നിസ്കാരത്തിലേക്കാണ്. ഈ ജുമാ നിസ്കാരം ആയത്ത് കൊണ്ടും ഹദീത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ പഠിച്ചു, ഇൽമുണ്ട്. പക്ഷേ എന്താണ് ഈ ജുമാ നിസ്കാരത്തിന്റെ കാമ്പ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ പ്രിയമുള്ളവരെ ഒന്ന് ഹക്കീം എന്ന് പറയാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഒരു മാസത്തെ പ്രവർത്തനത്തിനിപ്പുറം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരിക്കുന്നവരെ ആ ഒരു മാസത്തെ പ്രവർത്തനം തന്നെയാണ് നമ്മൾ പിന്നെ ആവർത്തിക്കുന്നത്. എന്നിട്ടും അതിനകത്ത് ഒരു പ്രകാശമില്ലെങ്കിൽ, ഒരു വെളിച്ചമില്ലെങ്കിൽ, ഒരു യഖീനില്ലെങ്കിൽ, ഒരു ആർജവത്വമില്ലെങ്കിൽ, മനസ്സിനകത്തൊരു മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടുന്നിടത്ത് കണ്ണ് നനയുന്നില്ലെങ്കിൽ, ഇൽമിന്റെ പ്രശ്നമല്ല, അത് ഹിക്മത്തില്ലായ്മയുടെ പ്രശ്നമാണ്. വലിയ വിഷയമാണത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഹിക്മത്തിന് മുൻഗാമികൾ നൽകിയ അർത്ഥം എന്താണെന്ന് ഇമാം സഅദി പറയാണ്, വലിഹാദാ ഫുസ്സിറത്തിൽ ഹിക്മത്തു ബിൽ ഇൽമിൻ നാഫിഅ വൽ അമലി സ്വാലിഹ്. ഹിക്മത്തിന് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള തഫ്സീർ അൽ ഇൽമുൻ നാഫിഅ, അൽ ഇൽമിൻ നാഫിഅ വൽ അമലി സ്വാലിഹ്. നാഫിയായ ഇൽം, അത് വഹിയാണ്. സ്വാലിഹായ അമൽ അഥവാ ഇഖ്ലാസോട് ഇത്തിബാഓടുകൂടി അമൽ ചെയ്യുക എന്നതാണ്. ഇതാണ് പരിഗണിക്കപ്പെട്ടത്. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹു ലുഖ്മാൻ എന്നവർക്ക് ഹിക്മത്ത് നൽകി. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പരിഗണനയാണ് ബോധ്യപ്പെടുത്തുന്നത്. അഥവാ ഇൽമും ഹിക്മത്തും റബ്ബ് അദ്ദേഹത്തിന് നൽകിയെന്നാണ്. ഹിക്മത്ത് എന്നത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ഹിക്മത്ത് നൽകുക. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ഹിക്മത്ത് നൽകുക. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറ 269-ാമത്തെ ആയത്ത്. എന്താണ് അള്ളാഹു പറയുന്നത്? യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അള്ളാഹു പറയാൻ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിക്മത്ത് നൽകുന്നു. അള്ളാഹു നമുക്ക് ഹിക്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതൊരുവന് ഹിക്മത്ത് നൽകപ്പെടുന്നുവോ ആ ഹിക്മത്ത് നൽകപ്പെടുക വഴി അത്യധികമായ നേട്ടമാണ് അവന് നൽകപ്പെടുന്നത്. എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാം. അപ്പൊ ഹിക്മത്ത് എന്നുള്ളത് അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ഗിഫ്റ്റാണ്. ഇത് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം.
റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ മറ്റെന്ത് ലഭിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ പ്രശ്നമില്ല. കാരണം എന്തറിയോ, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഹിക്മത്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അനിഷ്കുർ ലില്ലാഹ് യഅനി നിഅമല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് ലുഖ്മാനെ താങ്കൾ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞു. ഇതിന് രണ്ട് വജ്ഹുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിലൊന്ന് മഹാനായ ഇമാം മുഫദ്ദൽ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മഅനൽ കലാം, ഇവിടെ ഈ ആയത്തിന്റെ ആശയം, ഈ കലാമിന്റെ ആശയം, വലഖദ് ആതൈനാഹുൽ ഹിക്മത വആതൈനാഹു ശുക്ര ലില്ലാഹ്, അദ്ദേഹത്തിന് അല്ലാഹു ഹിക്മത്ത് നൽകി, അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ള കഴിവും നൽകി എന്നതാണ് ഈ വാചകത്തിന്റെ ആശയം എന്നാണ് ഒന്നാമത്തെ വ്യാഖ്യാനതാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് ആതൈനാഹുൽ ഹിക്മത, എന്തിനത്, ലിഅൻ യശ്കുറ ലില്ലാഹ്. പ്രമുഖ മുഫസ്സിറും ഭാഷാ പണ്ഡിതനുമായ ഇമാം സജ്ജാജ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി നാം ഹിക്മത്തിനെ കൊടുത്തു. ഹിക്മത്ത് നൽകിയത് എന്തിനാ? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി. പ്രിയമുള്ളവരെ, അപ്പോൾ അനുഗ്രഹങ്ങളോടുള്ള സമീപനം ഇതാകണം. നമുക്ക് എന്ത് നിഅമത്ത് കിട്ടിയാലും ആ നിഅമത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം. ശുക്ർ കാണിക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിഅമത്തുകൾ തരുന്നത്. അത് ഇണയായാലും വസ്ത്രമായാലും ജോലിയായാലും ശമ്പളമായാലും ആരോഗ്യമായാലും ഈ നാട്ടിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വമായാലും ഇതൊക്കെ നിഅമത്താണ്. ഈ നിഅമത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആര് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നുവോ അവൻ തനിക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അതായത് യഊദു ശുക്റുഹു ഇല നഫ്സിഹി ലിഅന്നഹു അല നിഅമതി ഇദാ സാദ മിന ശുക്ർ. അവൻ ഒരടിമ ശുക്ർ ചെയ്യൽ, നന്ദി കാണിക്കൽ അവന്റെ സ്വന്തത്തിലേക്ക് തന്നെ മടങ്ങുന്നു പറഞ്ഞാൽ, നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ കാണിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിച്ചാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്. ചില ആൾക്കാര് അവനാന്റെ വണ്ടിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചത് കാണാൻ പറ്റും, ലഇൻ ശകർതും ലഅസീദന്നകും. ഇപ്പൊ എവിടെയും കാണാതെ. അതിന്റെ മുമ്പുണ്ടായിരുന്നത് ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇപ്പൊ കാണില്ല. ഓരോന്നിനും കിട്ടും ഒരു സമയത്ത്. എന്തിനായി എഴുതി വെച്ചെന്നോ എന്തായി പറയണമെന്നോ ഇപ്പോഴൊരു ഐഡിയ ഇല്ല. എന്തായി പറയണത്? അള്ളാഹ് പറയാണ്, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്ന നിഅമത്തുകളിൽ വർധനവ് നൽകുന്നതാണ്. അള്ളാഹു എന്ത് നിഅമത്ത് നമുക്ക് നൽകിയത്? വിശേഷ കേരളക്കാർക്ക് കിട്ടിയ നിഅമത്ത് എന്തറിയോ? ഏറ്റവും വലിയ നിഅമത്ത് എന്തറിയോ? നിർഭയത്വമാണ്. 2 സംസ്ഥാനങ്ങൾ അപ്പുറത്തേക്ക് പോയാൽ കിട്ടാത്ത നിർഭയത്വം, ആ നിർഭയത്വം നമുക്ക് നൽകി. ആ നിർഭയത്വത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് എങ്ങനെ അറിയോ? അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് 5 നേരം കൃത്യമായി വരാൻ കഴിയാത്ത ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പേടിച്ചോളിൻ, ഈ നിർഭയത്വം നീക്കം ചെയ്യാൻ അധിക കാലം വേണ്ടി വരില്ല. ഈ നിർഭയത്വം, അവിടെ പള്ളി പോകാൻ പറ്റുന്നില്ല, ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഒരുമിച്ച് ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, ഇസ്ലാമിന്റെ ശിആറുകൾ പാലിക്കാൻ പറ്റുന്നില്ല, പെരുന്നാൾ ആഘോഷിക്കാൻ പോലും പേടിയാണ്. ആ കാലഘട്ടത്തിലാണ് അല്ലാഹു തആല അതൊക്കെ പരസ്യമായി ഈ നാട്ടിലെ നിയമപാലകരുടെ സംരക്ഷണത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയത്. ഈ നിഅമത്ത് നീക്കി മാറ്റാൻ അല്ലാഹ്ക്ക് യാതൊരു പണിയില്ല. അള്ളാഹ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അത് നീക്കി മാറ്റാൻ. എപ്പോൾ നാം നന്ദികേട് കാണിച്ചാൽ. ഏതാ നന്ദികേട്? ഈ നിഅമത്തൊക്കെ കിട്ടിയിട്ടും അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ അവന്റെ പള്ളിയിലേക്ക് നമുക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സുബ്ഹിക്ക് അള്ളാന്റെ പള്ളിയിലേക്ക് എത്തുന്നില്ലെങ്കിൽ, തഹജ്ജുദിന് ഇപ്പോൾ തല പൊന്തുന്നില്ലെങ്കിൽ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ നമ്മുടെ മനസ്സൊരുക്കമല്ലെങ്കിൽ, ഭയപ്പെടണം. വല്ലാഹുൽ മുസ്തആൻ. ഈ നിഅമത്തുകൾ നീങ്ങാൻ അധികം കാലതാമസം വേണ്ടിയില്ല. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് ശരിക്കും മനസ്സിലായിപ്പത്, പ്രവാസികളുടെ ബന്ധുക്കൾക്ക് മനസ്സിലായിപ്പത്. ബേജാറിലാണ്. ഇന്നലെ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാല് ഹോട്ടൽ ജോലിക്കാര് മുഴുവനും എക്സിറ്റ് വിസയിൽ നാട്ടിലെത്തിയതാണ്. ഹോട്ടൽ ജോലിക്കാര് മുഴുവൻ ഒരൊറ്റ ഗ്യാസ് മേലാണ് ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. തറകാലം ഒരു കുഴപ്പമുണ്ടല്ലോ, വേണോ എനിക്ക് വേണോ, ഇവിടെ ഉണ്ട് 3 എണ്ണം സ്റ്റോക്ക് എന്നാ പറഞ്ഞത്. എന്റെ പുരയിലൊക്കെ അങ്ങനെയാണ്, 3 എണ്ണം സ്റ്റോക്ക് ഉണ്ട്, വേണോന്ന് വെച്ചത്. ഇപ്പോഴോ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാന്നാ പറയണത്. അവിടേക്ക് എത്താണ് നിഅമത്ത് നീക്കം ചെയ്യപ്പെടുക. ശരിക്കും പഠിച്ചോളൂ. നമ്മളെ മുന്നിൽ വേറെ ദൃഷ്ടാന്തമൊന്നും വരല്ല, ശരിക്കും മനസ്സിലാക്കിക്കോളി. ഇങ്ങനെയാണ്. ആദ്യമൊക്കെ വിറകിന്റെ അഭിമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ വിറകില്ല എവിടെയും. അതുകൊണ്ട് ഞാൻ അത് പറയാൻ പറ്റൂല, പേടിയാണ് എല്ലാവർക്കും.
അതുകൊണ്ട് ഓരോന്നോരോന്നോരോന്ന് എടുത്തു മാറ്റുന്നതിനു മുമ്പ് കിട്ടിയത് മുഴുവനും അത് നിലനിന്ന് കിട്ടാൻ നമ്മൾ റബ്ബിന്റെ മുന്നിൽ ചോദിച്ചേ പറ്റൂ, തേടിയേ പറ്റൂ, അള്ളാഹിനോട് നന്ദിയുള്ളവരായേ പറ്റൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, എന്നിട്ട് അല്ലാഹു പറഞ്ഞത് വല ഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എന്നാൽ നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ശിക്ഷ കഠിനമായിരിക്കും. അള്ളാന്റെ ശിക്ഷ രാവും പകലും വരാം, പല രീതിയിലും വരാം. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. പല രീതിയിലുള്ള പരീക്ഷ. ഒരു പക്ഷേ അത് ശിക്ഷയായിട്ടായിരിക്കാം, അല്ലെങ്കിലോ ഒരു അടിമക്കുള്ള പരീക്ഷണമായിട്ടായിരിക്കാം. പല രീതിയിലും പരീക്ഷണം ഉണ്ടാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിഅമത്തുകൾക്ക് റബ്ബിനോട് നന്ദി ചെയ്തേ പറ്റൂ, നന്ദി കാണിച്ചേ പറ്റൂ. ആ നന്ദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ്. ഏറ്റവും വലിയ നന്ദികേട് ശിർക്കാണ്. നന്ദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുന്നത്തനുസരിച്ച് ജീവിക്കലാണ്. വലിയ നന്ദികേട് ബിദ്അത്തിലേക്ക് കടന്നുപോകലാണ്. നന്ദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുക്ക് മാത്രം ഇബാദത്തിലായി ജീവിക്കലാണ്. നിസ്കാരം, നോമ്പ്, സകാത്ത്, വരാനിരിക്കുന്നു ഹജ്ജ് ഇൻഷാ അല്ലാഹ്. ഹജ്ജിന്റെ സമയമാണ്. അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക, ഹജ്ജിലേക്ക് ഒരുങ്ങുക. തടിയാലും മുതലാലും കഴിവുള്ളവർ അതാണ് പ്രിയമുള്ളവരെ ബാധ്യത. പൊന്നുമോളെ കെട്ടിക്കലല്ല ബാധ്യത, അവനവന്റെ മക്കളെ കെട്ടിക്കലല്ല ബാധ്യത. ഏതെങ്കിലും ബിസിനസ് രംഗത്തെ അതിനെ മോടി പിടിപ്പിക്കലല്ല ബാധ്യത. പിന്നെയോ അള്ളാന്റെ മുന്നിൽ നമ്മളെ ബാധ്യത എന്ന് അറിയാം, ഇബാദത്തുകളാണ് ബാധ്യത. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടെന്നിരിക്കാൻ, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ അയാൾ ഒരു പക്ഷേ അയാൾ വീട് കയറ്റിയിട്ടില്ലെങ്കിൽ പോലും അയാൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹജ്ജ് ചെയ്യാനാണ്. ഹജ്ജിന്റെ സമയമാണ്. അതുകൊണ്ട് ശരിക്കിറങ്ങാം. ചില ആൾക്കാര് അപ്പോഴും പറയും മുമ്പ് ചെയ്തല്ലേ, ഒരു വട്ടമൊക്കെ ചെയ്താൽ മതിയല്ലോ, ഇനി ആ പൈസ എന്ത് ചെയ്തോളൂ, ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തലാണ്. പാവപ്പെട്ടവർക്ക് കൊടുത്ത കൂലി കിട്ടുള്ളൂ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടൂല. ശ്രദ്ധിച്ചോളൂ, അത് പുതിയൊരു തരം അതാണ്. ഏത് അള്ള പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഉള്ളതിനെ വെട്ടിയിട്ട് അവിടെയൊക്കെ പുതിയത് കയറ്റാം. ഇസ്ലാംകാര് 5 ഉള്ളൂ, ഈമാൻകാര് 6 ആ 5 പെട്ടത് ഹജ്ജ്. ആ ഹജ്ജ് വെട്ടിയിട്ട് എന്ത് കയറ്റണ്ട, അവിടെ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കുന്ന അവിടെ കയറ്റണ്ട. അത് അള്ള ഓർഡർ വേറെ പറഞ്ഞിട്ടുണ്ട്. അള്ള ഉണ്ടാക്കിയ ഓർഡറിൽ ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് വിപ്ലവം മൂത്തിട്ടേ ആൾക്കാർ പറയുന്നതാണ്, എന്തിനാണ് ഇടക്കിടക്ക് ഉംറക്കോണ്, എന്തിനാണ് ഹജ്ജിന് പോണ്? ആ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ എത്ര പെൺകുട്ടികളെ കെട്ടിക്കാൻ? നാട്ടിലെ പെൺകുട്ടികളെ കെട്ടിച്ചാൽ ഉംറന്റെ കൂലി കിട്ടൂല. നാട്ടിലെ പാവങ്ങളെ സഹായിച്ച കൂലി കിട്ടുള്ളൂ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടൂല. ഹജ്ജ് ചെയ്ത കൂലി എന്താ? നിന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ പരിശുദ്ധനായി പാപവിമുക്തനായി നീ തിരിച്ചു വരലാണ്. അത് കിട്ടൂല. അത് കിട്ടണേ അതന്നെ ചെയ്യണം. അതുകൊണ്ട് ഓരോന്നിനും ഓരോ മനസ്സിലുണ്ട്, മക്കാനുണ്ട്. ആ മക്കാനെ നിർത്തിട്ട് അപ്പുറത്തേക്ക് വെക്കരുത്. അതെന്താ അറിയോ? അള്ളാന്റെ ദീനിൽ കടത്തിക്കൂട്ടല, ജാഹിലിയത്തിലെ മുശ്രിക്കുകളെ പോലെ. അല്ലാഹുൽ മുസ്തആൻ. ചില ആൾക്കാര് മിമ്പറുമെന്നൊക്കെ ഫത്വ പറയുന്നു. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജിന് കഴിവുള്ളവർ ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകുക തന്നെ വേണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. അത് നന്ദി കാണിക്കലാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ലുഖ്മാൻ ശാരീരികമായി എല്ലാ നിലക്കും ആളുകളുടെ മുന്നിൽ അങ്ങേയറ്റം താഴ്ന്നു നിൽക്കുന്നവനെ പോലെയാണെങ്കിൽ പോലും അള്ളാഹുവിങ്കൽ അദ്ദേഹത്തിന്റെ ദറജ വിശാലമാണ്. അത്തരമൊരവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവർ നമ്മൾ വരേണ്ടത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുത്ബയിൽ അദ്ദേഹം തന്റെ മകന് നൽകുന്ന 10ഓളം ഉപദേശങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഓരോന്നും പഠിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മോനോട് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണേ മോനെ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാഹു തആല അള്ളാഹ്ക്ക് നന്ദികേട് കാണിക്കാത്ത, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ മറന്നുപോകാത്ത, അള്ളാഹിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനുള്ള സൂക്ഷ്മതയിൽ വീഴ്ച വരുത്താത്ത സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ഒരു മാനസികമായി ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് വളരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എണ്ണി അള്ളാഹു കണക്ക് ചോദിക്കുന്നതിന് മുമ്പ്
എണ്ണി എണ്ണി അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനുള്ള ശ്രമം അള്ളാഹു താല നമുക്കൊക്കെ അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓരോ നിഅമത്തുകൾക്കും അള്ളാഹിന്റെ മുന്നിൽ കൈനീട്ടി റബ്ബേ എനിക്ക് നീ അത് തന്നു, എനിക്ക് നീ ഇത് തന്നു, എനിക്ക് നീ ഇന്നതെല്ലാം തന്നു എന്നിങ്ങനെ ഓർത്തെടുത്തിട്ട് റബ്ബിനോട് ഓരോന്നിനും നന്ദി പറയാനുള്ള ഒരു മാനസിക വിശാലതയിലേക്ക് അള്ളാഹു താല നമ്മളെ എത്തിക്കുമാറാവട്ടെ. പരീക്ഷണങ്ങൾ അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രവാസികളുടെ ബന്ധുക്കൾ അവരൊക്കെ പ്രയാസത്തിലും വിഷമത്തിലാണ്. അള്ളാഹു താല അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും മാനസിക പിരിമുറുക്കത്തിൽ നിന്നും ശാരീരികമായ അവശതകളിൽ നിന്നും അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ മാനസിക ശാരീരിക സാമ്പത്തിക വിഷമം അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുകയും ആളുകളുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر.